ഗൈസ്, നമ്മുടെ പുതിയ ഒരു ചലഞ്ച് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോയിൽ നമ്മൾ തന്നെ തുടക്കത്തിൽ കൈ അടിച്ചങ്ങ് പാച്ചാക്കും അല്ലേ അമ്മിക്കുട്ടി? അത്രേ ഉള്ളൂ. ഇപ്പൊ ടാങ്ക് പറയും, നോ പറയും. ഇപ്പൊ തന്നെ ഫുഡ് കഴിച്ചാൽ ഞാൻ കൊടുക്കണ്ട. അത് ഫുഡ് കഴിച്ചിട്ട് ഏട്ടൻ പോകുന്ന പോലെ ഇതിലേ പോയി കൈ കഴുകാൻ പോകും. തന്നെ കൈ പിടിച്ചെടുത്തു കൊടുത്താൽ കൈയും കഴുകും, തുപ്പുകയും ചെയ്യും. സോ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് ആണ് കുക്കിംഗ് ചലഞ്ച്. ആരാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്? കൈയടിക്കടാ. ഇല്ല. സോ ഗൈസ്, ഞാൻ ഇന്ന് ഒന്നും കേൾക്കാതെയാണ് കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കുക്കിങ്ങിൽ ഞാൻ ഒരു എക്സ്പെർട്ട് ആയത് കൊണ്ടായിരിക്കും മൃദുല എന്റെ അടുത്ത് കുക്ക് ചെയ്യാൻ പറഞ്ഞത്. എന്തോ ചിക്കൻ ഐറ്റംസ് മാത്രമല്ലേ എക്സ്പെർട്ട് ആയിട്ട് ഉണ്ടാക്കത്തുള്ളൂ. ഇതല്ല മോനെ, ചിക്കൻ ബിരിയാണി ഇല്ല. അയ്യേട്ടാ ആദ്യമായിട്ട് കണ്ണു വെട്ടി ഉണ്ടാക്കുമെന്ന് എനിക്കറിയാം. വിശ്വാസമാണോ? മൈക്ക് കൊടുക്ക, മൈക്കിട്ട് അടുത്തില്ല, സോറി. അമ്മ തരാം. ഒന്ന് ചോദിച്ചാൽ അമ്മ തരും. പക്ഷെ കാര്യം വേണം. തിരിഞ്ഞു കാര്യം നമ്മൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? അതും കൂടെ ഇങ്ങനെ കിട്ടിയാ കൊള്ളാറുണ്ട്. രണ്ടും വേണോ? എന്റെ കൈ വെച്ച് നീ എടുത്തു കൊടുക്കത്തില്ലെന്ന് അറിയാലോ. അത് ഒരുമാതിരി ഇതാണല്ലോ ഗൈസ്, രണ്ട് മൈക്കും തരത്തില്ല. തരത്തില്ല. നോ 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 നോ. ഏട്ടൻ ചില സമയം നോ പറഞ്ഞാൽ വിഷമം. അതാ ഞാൻ കളിപ്പിച്ച്. അപ്പൊ നമ്മൾ എന്ത് ഫുഡാണ് ഉണ്ടാക്കാൻ വേണ്ടി? അതാ ഞാൻ പറഞ്ഞ ചിക്കൻ ഐറ്റം എപ്പോഴും ആയിട്ട് ഉണ്ടാക്കും. നൂഡിൽസ്, ചിക്കൻ ബിരിയാണി, ചിക്കൻ കറി, ചില്ലി ചിക്കൻ. ഇന്നൊരു ചില്ലി ചിക്കൻ, ഇന്നൊരു ആ പാട്ട് കേട്ടിട്ടുണ്ട്. ഇത് വെച്ചിട്ടാട്ടോ ഇത് വെക്കുമ്പോഴേ ഒരു അടപ്പുണ്ട്. അത് കവറിങ് ഇങ്ങനെ വരുന്നോണ്ടാ. ഞാൻ പറയട്ടെ എന്തോ ഉണ്ടാകുന്നേന്ന്. പറഞ്ഞു. സാമ്പാർ. അറിയത്തില്ല. പിന്നെ നിനക്ക് അറിയുന്ന ഐറ്റം ഞാൻ തരണോ? ഈ പച്ചക്കറി എല്ലാം കുക്കറി ഇട്ട് ഉപ്പും മുളകും ഇട്ട് അവിച്ചെടുത്താൽ പോലെ ഇളക്കി കടുകും പറിച്ചിട്ട്. അങ്ങനെയാണ് നിനക്ക് ഞാൻ ഇന്നലെ സാമ്പാർ ഉണ്ടാക്കി തന്നെ. അടിപൊളിയായിട്ടില്ല ഉണ്ടാക്കി തന്നെ. അതിനേക്കാളും അടിപൊളിയായിട്ടുണ്ട്. അതൊക്കെ ഊരിയെടുത്ത്. സോ നമ്മുടെ കുക്കിങ്ങിന് വേണ്ടിയുള്ള പ്രോപ്പർട്ടീസ് ഇവിടെ നിരക്കട്ടെ. യെസ് ഗൈസ്, ഇപ്പൊ നമ്മുടെ സാമ്പാറിനുള്ള സാധനങ്ങളുണ്ട്. എന്തുകൊണ്ട് താങ്കൾ സാമ്പാർ ചൂസ് ചെയ്തു? നിനക്ക് ടഫ് ആയതുകൊണ്ട് നീ ഇതുവരെ വെച്ചിട്ടില്ലാത്തതുകൊണ്ട്. ഫസ്റ്റ് ടൈം അല്ലേ? പിന്നെ എന്ത് ഫുഡ് എടുത്താലും എവള് പറയുന്ന അനുസരിച്ച് ഞാൻ ചെയ്യാനുള്ളത്, അതാണല്ലോ റൂള്. പിന്നെ ഗൈസ്, നീ അല്ലെങ്കിൽ പറഞ്ഞു തരണ്ടേ? മനസ്സിലാവണം. അതല്ലേ ചലഞ്ച്. നമ്മളിപ്പോ കഴിഞ്ഞ 2-3 ചലഞ്ച് ഇട്ടപ്പോ ആൾക്കാര് ഭയങ്കരമായിട്ട് കമന്റ് ചെയ്യാണ് നമ്മൾ രണ്ടുപേരും ഭയങ്കര ഫൗള് കളിയാണെന്ന്. ഇപ്പൊ നമ്മൾ തീർച്ചയായിട്ടും അതിനോട് യോജിക്കുന്നു. കാരണം നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തമ്മിൽ ഒരു മത്സരം എവിടൊക്കെയോ സ്പിരിറ്റ് കൂടിയപ്പോ രണ്ടുപേർക്കും ജയിക്കണം എന്നുള്ള വാശി കൂടിയപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൗള് കാണിക്കാൻ തുടങ്ങി. അതെ കാണിച്ചു തുടങ്ങിയപ്പോ പിന്നെ ഞാൻ തുടങ്ങി. അപ്പം ഇനി തൊട്ട് എന്തായാലും നമ്മൾ അത് ചലഞ്ചിൽ വളരെ ശ്രദ്ധിക്കുന്നതാണ്. നിങ്ങൾ എല്ലാവരും നമ്മളെ കുറെ പേര് നമ്മളെ വഴക്ക് പറഞ്ഞു. നിങ്ങൾ ചലഞ്ച് ചെയ്യുമ്പോൾ നേരെ ചെയ്യണം. നോ ഫൗള്, റൂൾ ഈസ് റൂൾ. അതാണ് ഈ ചലഞ്ചിലും അങ്ങനെയാണ്. റൂൾ ഈസ് റൂൾ. അപ്പൊ ഹൈ മ്യൂസിക് ഞാൻ അങ്ങോട്ട് ഇടാൻ വേണ്ടി പോവാണ്. നമ്മുടെ ജിമ്മിലൊക്കെ ഇടുന്ന മ്യൂസിക് ഉണ്ടല്ലോ. അതുപോലെ ഈ സാധനം വയേർഡാണ്. വയേർഡ് ഭയങ്കര സൗണ്ട് ആട്ടോ. ഇത് ഫിലിപ്സിന്റെ ആണ്, നല്ല സൗണ്ടാ. സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചലഞ്ച്. സാമ്പാർ വടൈ. ഏട്ടനെ കൺഫ്യൂസിംഗ് ആക്കാൻ വേണ്ടിട്ട് ഞാൻ ഇവിടെ ഇടുമ്പോഴേ ഒരു നോയിസ് ക്യാൻസലേഷൻ ഉണ്ട്. എനിക്ക് ഫാന്റെ സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പൊ കറക്റ്റ് കവേർഡ് ആണ്. സാധനം കേട്ടോ. ഇതേ ഞാൻ പൊടികളെല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഏട്ടനെ കൺഫ്യൂസിംഗ് ആക്കാൻ വേണ്ടിട്ട് സാമ്പാറിൽ ഇടാത്ത കുറച്ച് പൊടികൾ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ അതെ, അതുപോലെ നീ ഇതിലും ചിലത് സാമ്പാറിൽ ഇടത്തില്ലായിരിക്കാം. പിന്നെ നീ ലിപ്സ് അനക്കി സോറി സൗണ്ട് ഇപ്പോഴേ കൂടുന്നു. ലിപ്സ് അനക്കി സംസാരിക്കണം. മീൻസ് എന്നെ കറക്റ്റ് സൗണ്ട് പുറത്തു വന്നില്ലെങ്കിൽ ലിപ്സ് എങ്കിലും അനക്കണം, എന്നാലും മനസ്സിലാവത്തുള്ളൂ. ഞാൻ കൈ കെട്ടിയിരുന്നേ ആക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. ഞാനിത് മ്യൂസിക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് ഗൈസ്. മ്യൂസിക് ആയിട്ടുണ്ടായിരിക്കും സാമ്പാർ ഉണ്ടാക്കാൻ പോകും. എനിക്ക് കേക്ക് ഇവിടെ ചെറുതായിട്ട് മ്യൂസിക് ഇങ്ങനെ കേൾക്കാം. ഇത്ര സൗണ്ട് ഞാൻ തരത്തില്ല. ഉണ്ടാക്കും തുടങ്ങാം. അമ്പൂട്ടി തുടങ്ങാം. ഒരു മിനിറ്റ്. അമ്പു നേരത്തെ ഇത് ട്രയൽ നമ്മൾ വെച്ചപ്പോ അമ്മൂട്ട് ഭയങ്കര ഡാൻസ് ആയിരുന്നു കേട്ടോ. എന്നാ അമ്പൂന് ഡെമോ ഉണ്ട്. ഡെമോ ഓക്കെ ഗൈസ്, കുക്കർ വെച്ചിട്ടുണ്ട്. പറഞ്ഞോ. ആദ്യം കത്തിക്കണം. കുക്കർ വെച്ചു. സ്റ്റവ് ഓൺ ആക്കണം.
അതെനിക്കറിയാം. ഇത് ഏത് മോഡലാ? സ്ലോ കുക്കിലാണ്. സ്ലോ കുക്ക്. അതിൽ തന്നെ സാമ്പാറിന്റെ ഓപ്ഷൻ ഉണ്ടല്ലോ. സ്ലോ കുക്ക് 500 ഇടണോ 1000 ഇടണോ? വായിച്ചു നോക്ക്, സാമ്പാറിന്റെ ഓപ്ഷൻ ഉണ്ട്. സ്ലോ കുക്ക് 500 ഇട്ട് 500. കറി ഓർ സാമ്പാർ എന്നുള്ള ഓപ്ഷൻ അതിൽ നീ ഭയങ്കര പുതുക്കായിട്ട് സംസാരിക്കുന്നത്. കറി ഓർ സാമ്പാർ. സാമ്പാറ്. കറി ഓർ സാമ്പാർ. അരി ഊറ്റി സാമ്പാറോ? കറി ഓർ സാമ്പാർ. ഇങ്ങനെ സംസാരിക്കാതെ നേരെ സംസാരിക്കണം. കറി ഓർ സാമ്പാർ. അരി ഊറ്റിയ സാമ്പാറോ? കറി ഓർ സാമ്പാർ. ഇത് ചൂടാ എണ്ണ ഒഴിക്കട്ടെ. അതിന് എണ്ണ ഒഴിക്കും. ആദ്യം പരിപ്പ് വേവിക്കണം. പരിപ്പ് വേവിക്കണം. പരിപ്പ് ഞാൻ ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട്. എത്ര പരിപ്പ് ഇടണം എന്ന് പറയണേ ഞാൻ ഇടുമ്പം? അത് നിന്റെ ഇഷ്ടം. മതിയല്ലോ. വെള്ളം ഒഴിക്കണം. അത് പോരാ. അത് പോരാ. മതിയോ? അത് മൊത്തം ഇട്ടോ. എവിടെ ഒരു അങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ നിനക്ക് ഞാൻ തരണം. അത് മൊത്തം ഇടാ. മതിയോ? മൊത്തം ഇട്. മൊത്തം ഇടണം. എന്താ പറഞ്ഞാ മതിയല്ലോ. വെള്ളം ഒഴിയില്ല കരിഞ്ഞു പോകും. വെള്ളം ഒഴിയില്ല കരിഞ്ഞു പോകും. വെള്ളം ഒഴിക്കില്ലെങ്കിൽ വെള്ളം ഒഴിക്കണം അല്ലേ? പറയണേ. ഓക്കെ അല്ലേ? അതെ, ഉപ്പും മഞ്ഞപ്പൊടിയും. ഉപ്പും മഞ്ഞപ്പൊടിയും. ഉപ്പും മഞ്ഞപ്പൊടിയും. ഉപ്പ് അവിടെ. ഈ ചെറുതൊക്കെ മൊത്തം പഠിച്ചിട്ടില്ല. ഒരു പഠിപ്പും വെറുതെ കളയാൻ പാടില്ല. ഞാൻ ഇത് സഹായിച്ചെന്നതല്ല, പക്ഷെ ഇത് കളയാൻ പാടില്ല. എത്ര ടേബിൾ സ്പൂണാ? മതി മതി മതി. മഞ്ഞപ്പൊടി. ഇത് ഞാൻ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ പിന്നെ ഞാൻ കുറച്ചുകൂടെ ആക്ഷൻ. ഓക്കെ, താത്തിട്. ആക്ഷൻ മതിയോ? ഒരു ടേബിൾ സ്പൂൺ. ഒരു ടേബിൾ സ്പൂൺ. എല്ലാം മനസ്സിലാവുന്നുണ്ടല്ലോ. കുഞ്ഞതിനെ കേൾക്കുന്നില്ല എനിക്ക്. ലിപ്സ് അടക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. അടുത്ത അടച്ചു വെച്ച് 3 ഫിസിൽ. അടച്ചു വെച്ച് 3 ഫിസില്. അടച്ചു വെച്ച് 3 ഫിസില്. എടാ, അപ്പൊ ഞാൻ ഇനി സൗണ്ട് ഇല്ലാതെ ഞാൻ അങ്ങോട്ട് നോക്കിയത് പറയൂ കേട്ടോ. ഇത് ഇളക്കണോ? നിങ്ങൾ വേണ്ടേ? ഒരെണ്ണം വേവിക്കാൻ വേണ്ടി, ഒന്ന് കുഴയാൻ വേണ്ടി. ഞാൻ പറഞ്ഞു. നീ പറഞ്ഞില്ല. ഓക്കെ, നീ പറയുന്നതൊക്കെ ചെയ്യാവൂ. നിങ്ങൾ ഇങ്ങനെയാണോ സാമ്പാർ വെക്കുന്നേ? നിങ്ങൾ ഇങ്ങനെയാണോ സാമ്പാർ വെക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ഇങ്ങനെയാണ് സാമ്പാർ വെക്കുന്നത് കേട്ടോ. ഞാൻ കാണിച്ചു ഉരുട്ടെ. കറി ഓർ സാമ്പാർ. കറി ഓർ സാമ്പാർ. നീ മനസ്സിലാവുന്നില്ല. അത് കറി ഓർ സാമ്പാർ. 1000 വെക്കണ്ടേ? കറി ഓർ സാമ്പാർ. ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്കണേ. ഞാനിപ്പോ സ്ലോ കുക്ക് 1000 വെച്ചേക്കുന്നത്. 1000 വെക്കണോ വേണ്ടയോ? അത് മാത്രം പറ. വെക്കണോ വേണ്ടയോ? കറി ഓർ സാമ്പാർ. എന്തിനാ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. കറി ഓർ സാമ്പാർ. അടിപൊളി സാമ്പാർ എന്നോ? വെക്കുന്നതിന് മുമ്പേ അടിപൊളി സാമ്പാർ. കറി. കറി. അരിയോ? അരിയോ? കറി. അരി. കറി. കറി. കറി ഓർ. കറി ഓർ സാമ്പാറോ? സാമ്പാർ ഓപ്ഷൻ അതിലുണ്ട്. ഓ, കറി ഓർ സാമ്പാർ. ഞാൻ ഈ മ്യൂസിക്കിന്റെ വൈബിലാട്ടോ ഇങ്ങനെ കാണിക്കുന്നത്. എനിക്ക് ഭയങ്കര ഡാൻസ് കളിക്കാൻ തോന്നുന്നു. ബ്ലഡിൽ ഉണ്ടതുകൊണ്ട്. അപ്പം ഗൈസ്, നമ്മളിതിനകത്ത് ഫിസിലടിക്കണം. അപ്പോഴത്തേക്ക് മൃദുല ഇവിടെ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് സമ്പന്നമായ സാമ്പാറാണ്. ഒരു ലോഡ് കഷ്ണങ്ങളുണ്ട്. വെണ്ടയ്ക്ക, നമ്മുടെ മുരിങ്ങക്കോല്, ബീൻസ്, അമരപ്പയർ, സവാള, കൊച്ചുള്ളി, തക്കാളി, ഉരുളൻകിഴങ്ങ്, ഇന്ന് വേണ്ട എല്ലാവിധ ഐറ്റംസും ഉണ്ട്. സോ ഇടയ്ക്ക് മ്യൂസിക് നിർത്താറായപ്പോ എനിക്ക് കേട്ടായിരുന്നു. അപ്പൊ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ ഫുൾ മ്യൂസിക് ആണ്. കണ്ടിന്യൂസ് അനിരുദ്ധിന്റെ ബെയ്റ്റ് ട്രാക്ക് ഇട്ടേക്കുവാണ്. ഞാൻ ഇതൊക്കെ പറയല്ലേ, ഭയങ്കര അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് കേൾക്കാമെന്ന് പറഞ്ഞോണ്ട് ഞാൻ ഇനി കുറച്ച് വോളിയം കുറച്ച് ഉള്ളി സൗണ്ട് കൈ എത്ര ആയാലും ആക്ഷൻ വരുന്നു. ഞാൻ ആക്ഷൻ ഇല്ലാതെ ശ്രമിക്കാം. ഉണ്ടാക്കാം. ഓക്കെ അല്ലേ? എത്ര വിസിൽ അടിക്കണ്ടേ? എത്ര ഞാൻ പറഞ്ഞേ? നീ ഒന്നും പറഞ്ഞില്ല. ഞാൻ പറഞ്ഞായിരുന്നു. നീ ഒന്നും പറഞ്ഞില്ല.
ഞാൻ എത്ര വിസിലെന്ന് പറഞ്ഞായിരുന്നു. നീ എത്ര വിസിലെന്ന് പറഞ്ഞായിരുന്നല്ലേ പറഞ്ഞ? നീ പറഞ്ഞില്ല, പറ. ഞാൻ പറഞ്ഞായിരുന്നു. എടാ ഞാൻ പറഞ്ഞു കേട്ടില്ല, ഒന്നുകൂടി പറ. 3 ഒന്നും പറയുന്നില്ല ഗായ്സ്. വാ തുറന്നു പറ. 3 എൻജോയ്. നാടൻ. രണ്ട് വിസിലടിച്ചേ. നമ്മക്കാട്ടില്ല കിങ്. അറിയുന്ന പണിയും കൂടെ കൊടുക്കണമായിരുന്നില്ലേ ഗൈസ്? അനിരുദ്ധല്ലേ? അനിരുദ്ധിന്റെ മ്യൂസിക് ടോപ്പാണ്. ഞാൻ ആദ്യമായിട്ടാ സാമ്പാർ ഉണ്ടാക്കുന്നത്. ഇന്നേ വരെ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല. വെൽ ചോയ്സ്. സാമ്പാർ മാത്രമല്ല, ഇനി ദോശ ഉണ്ടാക്കണം. 3 വിസിലായി. സാമ്പാർ മാത്രമല്ല, ദോശ ഉണ്ടാക്കണം. എവളെ വാ തുറന്ന് സംസാരിക്കുന്നില്ല. എവിടെ ചുണ്ട് അനക്കുന്നേ ഉള്ളൂ. ദോശ. ആദ്യം ഇതിന്റെ കാര്യത്തിൽ തീരുമാനമാവട്ടെ. അത് കഴിഞ്ഞ് ദോശ ഉണ്ടാക്കിയത്. അത് ഗോതമ്പ് ദോശ. ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഞാൻ ഹെഡ്സെറ്റ് ഒന്ന് മാറ്റി. കാരണം ഈ വയറിടക്കുന്നുണ്ട്, ഇത് കുക്ക് ചെയ്യുമ്പോൾ ഉരുവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മാറ്റി. പിന്നെ യൂട്യൂബിൽ ലൗഡ് മ്യൂസിക് ആട്ടോ, ലൗഡ് മ്യൂസിക് ആയിട്ടേക്കുന്നത്. ഗ്യാസ് പോയല്ലോ. തുറക്ക. ഡാൽ കറി ആക്കിയാലോ ഉപ്പും മുളകും ഇട്ട്. സാമ്പാർ വെക്കാൻ പറഞ്ഞ സാമ്പാർ വെച്ചാൽ മതി. എടി ഒന്നുമില്ലേ, കല്യാണം കഴിഞ്ഞിട്ടേ 2 കൊല്ലം ആയില്ലെങ്കിലേ നിന്റെ കൂടെ ഇപ്പൊ ആയിട്ട് ഒരു 7-8 കൊല്ലം ആയേ മൊത്തത്തിൽ ആയിട്ട്. അപ്പൊ ഞാൻ നേരെ നിന്നെ കാര്യം പറയുന്നുള്ളൂ. പറ. നേരെ നിന്നെ കാര്യം പറയുന്നുള്ളൂ. ഇനി അടുത്തെന്തുവാ? ഇത് പരിപ്പ് അങ്ങ് വെന്തുപോയി. എത്ര വേവണ്ടായിരുന്നില്ലേ? 4 വിസിലടിച്ച്. നീ 3 പറഞ്ഞത്, എനിക്കറിയാൻ വയ്യ. കുഴപ്പമില്ല, ഉറക്കം വരുന്നു. അടുത്തെന്താ ചെയ്യാനുള്ളേ? ഇനി ആവശ്യമുള്ള വെജിറ്റബിൾസ് ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞു തരാം. അതെ, സെന്റൻസ് ആയിട്ട് പറയണം. ഇങ്ങനെ പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. വെജിറ്റബിൾസ് ഇടണം. ഫസ്റ്റ് ഏതാ ഇടണ്ടേ? ഉരുളൻകിഴങ്ങ്. അല്ലേ? ഉരുളക്കിഴങ്ങ്. ഞാൻ മാക്സിമം നോക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് 2 കളറ്. അത് 2 ഉരുളക്കിഴങ്ങ്. അമ്പൂട്ടന് ഇഷ്ടമാണ്. താത്തിട്. തീ കത്തിക്കട്ടെ? താത്തിട്. താത്തിടാം. തീ കത്തിക്കട്ടെ? വേണ്ട, ഇപ്പഴ് ഞാൻ പറഞ്ഞിട്ട് കത്തിച്ചാ മതി. ഉരുളക്കിഴങ്ങ് മാത്രമേ ഇടുന്നോളൂ? അത് മാത്രമേ ഇടുന്നോളൂ? അടുത്ത വഴുതനങ്ങ ഇട്. വെളിച്ചെണ്ണ. വഴുതനങ്ങ. വെളുത്തുള്ളി. വഴുതനങ്ങ. വെളുത്തുള്ളി. വഴുതനങ്ങ. വഴുതനങ്ങ. അയ്യേ, എന്തോ? വഴുതനങ്ങ. ഇതിപ്പോ എളുപ്പമാണല്ലേ, എല്ലാം കിട്ടി വെച്ചാൽ മതിയല്ലോ. ഇളക്കട്ടെ. അമരയില. അമരക്ക. അമര ഇലയോ? പൊട്ടൻ. അമരക്ക. ക്യാരറ്റ്. ഇത് നേരത്തെ പറയാറുണ്ട്, പടിയെടുത്തിട്ട്. ലിപ്സ് ആണെങ്കിൽ മനസ്സിലാവും ഗൈസ്. മഞ്ഞപ്പൊടി ഇട്ടല്ലോ. പച്ചമുളക്. എന്റെ കുഞ്ഞിന്റെ ചെവി. 2 അരിഞ്ഞ ഉള്ളി. ഒന്നുകൂടി. 2 അരിഞ്ഞ കൊച്ചുള്ളി. ഏലക്കേ. 2 അരിഞ്ഞ കൊച്ചുള്ളി. 2 അരിഞ്ഞത്.
കൊച്ചുള്ളി ചതച്ചതാ. രണ്ടായിട്ട് ചതച്ചത്. രണ്ടായിട്ട് അരിഞ്ഞത്. ഓ ഓ മറ്റേത്. ഓ ഇത് കടുവറുക്കാനായിരിക്കും ഇല്ലേ? ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തുണ്ടോ? സവാള പിടിക്കുക കേട്ടോ, ഒന്നും പറയുന്നില്ല കേട്ടോ. സവാള അല്ലേ? ഇപ്പൊ എനിക്ക് എന്ത് പറയാല്ലേ? സവാള എന്റെ വായിൽ നോക്കി നിൽക്കാതെ കുക്കറിൽ നോക്കി സവാള ഇട്ട്. സവാളയാണോ അല്ലയോ? ഇടടാ സവാള. തലയാണെന്ന്. ബീൻസ് 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 ബീട്രൂട്ട് ബീൻസ് ബീൻസ്. ഇതിലെവിടാ ബീട്രൂട്ട്? അതാ ഞാൻ ആലോചിച്ചത്. ബീൻസ് ഗൈസ്. ഹെൽത്തി ഹെൽത്തി. മുരിങ്ങയില മുരിങ്ങയില മുരിങ്ങയ്ക്ക. എടാ നീ മുരിങ്ങയില പറയുന്നൊക്കെ തോന്നുന്നു എനിക്ക്. സത്യത്തിൽ സാമ്പാർ എന്ത് നല്ല പോഷകമുള്ള ഫുഡാണല്ലേ. ഒരുപാട് ഐറ്റംസ്. അടുത്തത് തക്കാളി. അതും കൂടെ ഉള്ളൂ. ഇനി തീർന്നല്ലോ. മല്ലിപ്പൊടി 2 സ്പൂൺ. മല്ലിപ്പൊടി മല്ലിയില. മല്ലിപ്പൊടി 2 സ്പൂൺ. മല്ലിപ്പൊടി 2 സ്പൂൺ. മല്ലിപ്പൊടി ടീസ്പൂൺ. 2 ടീസ്പൂൺ. സ്പൂണോ ടേബിൾ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഇട്ട് കുറച്ച് ഇടാവേ. 1 ടീസ്പൂൺ. ഓക്കെ ഓക്കെ 2 ടീസ്പൂൺ. കുറച്ച് കുറച്ച് കൊച്ചിന് കുറച്ച് കൊച്ചിന് മുളക് പൊടി കുറച്ച്. പോടാ. കുറച്ച് മുളക് പൊടി. കൊച്ചിന് കുറച്ച് മുളക് പൊടി. കൊച്ചുള്ളി കുറച്ച് മുളക് പൊടി. കൊച്ചുള്ളി കുറച്ച്. കുറച്ച് മുളക് പൊടി. കുറച്ച് മുളക് പൊടി. പറയണേ. അടുത്തത് കുറച്ച് കായപ്പൊടി. കായപ്പൊടി. നീ വേണമെങ്കിൽ സംസാരിക്കാതിരുന്നു, ലിപ്സ് മാത്രം ഇരിക്കും, എന്നാലും എനിക്ക് മനസ്സിലാവും. കോൺഫിഡന്റ്. എത്ര വേണമെന്ന് പറയണേ. നിന്നെ ഞാൻ അടിക്കും. ഞാൻ കാത്തിട്. ഇത് കട്ടിയായി. കുറച്ചും കൂടെ മതിയോ? അടുത്തത് കുറച്ച് സാമ്പാർ പൊടി. ജംബോ സാമ്പാർ പൊടി. നീ ആദ്യം എന്തോ പറഞ്ഞപ്പോ ജംബോ സർക്കസ് എന്നൊക്കെ തോന്നി. സൈലന്റ്. കൊതി കൂർന്ന്. പറയണ എത്ര എണ്ണം മതി? കൂടിയോ? മിക്സ് ചെയ്യട്ടെ. ഉപ്പ് മതിയോ? കുറച്ച് കളർ കിട്ടാൻ കുറച്ച് കട്ട ഉപ്പാ. കളർ കിട്ടാൻ കാശ്മീരി ചില്ലിപ്പൊടി. എന്തോ പൊന്നോ, ഒന്നും മനസ്സിലാവുന്നില്ല. കളർ കിട്ടാൻ കാശ്മീരി ചില്ലിപ്പൊടി. പുറിയടാ. കളർ കിട്ടാൻ കാശ്മീരി ചില്ലിപ്പൊടി. കല്ലുപ്പ. മുളക് പൊടി. മുളക് പൊടി. മുളക് പൊടി ഇട്ടല്ലോ. കാശ്മീരി മുളക് പൊടി. കാശ്മീരി മുളക് പൊടി. മതിയെന്ന് പറയൂല, കണ്ണു വെച്ച് മുദ്ര കാണിക്കുന്നു. ബ്ലഡി ഫുൾ. അടുത്തത് കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് വെള്ളം ഒഴിക്കണം. സിമ്പിൾ ആയി പോകുന്നു ഗൈസ്. എനിക്ക് പാമ്പിന്റെ ചെവിയാ. മതിയോ? മതിയാവുമ്പോ പറയണം. മതി, ഇല്ലെങ്കിൽ സാമ്പാർ വെള്ളം ആയിപ്പോ. ഇനി എന്തുവാ? ഇളക്കണം. എണ്ണ. ഇളക്കണം. എണ്ണ. ഇളക്കണം. ഇളക്കണം. ഇപ്പൊ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ സാമ്പാറിന്റെ.
ഇത്ര സിമ്പിൾ അല്ലേ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഗൈസ്? സിമ്പിളാ. ഓക്കെ, ഇനി ഒന്ന് കുറച്ചുകൂടി വെള്ളം ഒഴിക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് 2 കറിവേപ്പിലയും കൊടുക്കണം. അത് ഇത് ഒഴിക്കരുത് പറയാൻ മനസ്സിലായില്ല. ഈ വെജിറ്റബിൾസിന് വെള്ളം ഇറങ്ങുമായിരിക്കും. ഇതിപ്പോ 2 ദിവസത്തേക്കുള്ള സാമ്പാറാണ്. 2 ദിവസം യൂസ് ചെയ്യാം സാമ്പാർ. 2 വിസിൽ കൂടി അടിച്ചാൽ മതി. 2 ദിവസത്തേക്ക് എടുക്കാം സാമ്പാർ. എന്താ പൊന്നോ, നിർത്തി 2 ദിവസത്തേക്ക് എടുക്കാം സാമ്പാർ. തേങ്ങയോ? 2 ദിവസത്തേക്ക് ഈ സാമ്പാർ എടുക്കാൻ നമുക്ക്. ഞാൻ എന്തോ അറിയാമോ, 2 നെയ്വിളക്ക് കൂടി വെക്കണോന്ന്. സത്യമായിട്ട് ഞാൻ അങ്ങനെ എനിക്ക് അങ്ങനെയൊക്കെ മനസ്സിലാവുന്നത് നമുക്ക് സംസാരിക്കുമ്പോ. അടച്ചു വെച്ച് 1 വിസിൽ അടിക്കണം. പറയട്ടെ, അടച്ചു വെച്ച് 1 വിസിൽ കൂടി അടിക്കണം. സ്റ്റൗ ഓൺ ആക്കണം. ഈ സാമ്പാർ ഇപ്പഴെങ്ങനെ ഉണ്ടാക്കി തീടുപോയി അച്ഛൻ. വെണ്ടക്ക ഇട്ടില്ല. പറയാം, അവിടെ വെയ്. പറയാം. അമ്പുക്കുട്ടി ഉറങ്ങുന്നുണ്ടോ? ഇപ്പൊ ഉറങ്ങും. തൊട്ടേ ഉറക്കം വരുവാന്നറിയോ? കിടത്തിയാ നമ്മളിവിടെ നിൽക്കുന്നുണ്ട്. എൻ്റെ ആകുമ്പോൾ പിന്നെ അലച്ചാലും കുഴപ്പമില്ല. അവ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഉറക്കെ അലക്കാനും പറ്റത്തില്ല. അച്ഛൻ്റെ സാമ്പാർ, അച്ഛൻ്റെ പൊന്നും കൂടെ സാമ്പാർ തിന്നാൻ പറ്റത്തില്ല നിനക്ക്. തുടങ്ങി എന്നിട്ട് നിങ്ങൾ സാമ്പാർ തിന്നോളാം തണ്ടി. ചിരിച്ചു വെച്ചോ കൈസ്. ഇനി ഞാൻ നേരെ നോക്കി മാത്രമേ സംസാരിക്കത്തുള്ളൂ, കാരണം തീരാറായില്ല. കുറച്ച് ടഫ് കൊടുക്കണം. ഞാൻ ഇനി നേരെ നോക്കി മാത്രമേ സംസാരിക്കൂ. സംസാരിക്കത്തില്ലേ? നേരെ നോക്കിയേ സംസാരിക്കൂ. നിങ്ങളുടെ സംസാരിക്കത്തോളന്നാ? നേരെ നോക്കിയേ സംസാരിക്കൂ. ഇതിപ്പോ തുറക്കുവാണേ ഗൈസ്. 1 വിസിൽ അടിച്ചു, ആവി പോയി. നമ്മളിപ്പോ കുക്കർ തുറക്കാൻ പോകും. ഭയങ്കര സ്പീഡാണ്. 1 വിസിൽ അടിച്ചില്ലേ? 1 വിസിൽ അടിച്ച് ആവി പോയില്ലേ? ആവി പോയി. തുറന്നോ? തുറക്കട്ടെ. ഇതാണ്ടാ സാമ്പാർ. ഇളക്കുവാണേ. ഇതിപ്പോ കഷ്ണം മാത്രമേ ഉള്ളൂ, ചാറ് കുറവാ. പുളിവെള്ളം ഒഴിക്കണം. ഇത് മൊത്തം ഒഴിക്കട്ടെ. അതിനകത്ത് കിടക്കുന്ന പുളി പിഴിഞ്ഞിട്ട് പുളിവെള്ളം ഒഴിച്ചിട്ട് പുളിവെള്ളം മൊത്തം ഒഴിക്കണം. നോ. അടുത്തേ നിന്നോട് പുളി പിഴിയാൻ പറഞ്ഞില്ലേ ഞാൻ? പുളി പിഴിഞ്ഞ പുളി പിഴിയണോ? ഇനി എങ്ങനെ പിഴിയും? കുഴപ്പമുണ്ടോ? കുരു ഉണ്ടെങ്കിലോ? പുളിയില് കുരു ഉണ്ടെങ്കിലോ? തിരിച്ചറിയണോ? വേണ്ട. ഗായ്സ്, അവള് പുളിവെള്ളം മൊത്തം ഒഴിക്കാനെടുത്ത് പറഞ്ഞേ. ഞാൻ പറയുന്നതിന് മുന്നേ നീ ഒഴിച്ച്. പുളിവെള്ളം എടുക്കാൻ പറഞ്ഞ് ഒഴിക്കാൻ പറഞ്ഞേ. പുളി പിഴിഞ്ഞിട്ട് കുരു മാറ്റി. നിനക്ക് ആക്ഷൻ കാണിക്കണമായിരുന്നു. പിഴിയണോ? ഒറ്റ ഇടി വെച്ചേരും കേട്ടല്ല. പിന്നെ ഇല്ല, അത് കുഴപ്പമില്ല. ബാക്കിയുള്ള അതുകൂടി ഇട്. ഈ പുളി ഇരിക്കട്ടെ. എന്തിന്? പുളി കൂടിയാലോ? പുളി ഇട്. ഈ പുളി ഇടണോ വേണ്ടയോ? ഇടണം. ഇട്ട്. സാധാരണ പുളി ഇടത്തില്ലേ? പുളി ഇടുമല്ലോ. പുളി പിഴിഞ്ഞിട്ടില്ല, വെള്ളമല്ലേ ഒഴിക്കുന്നേ. കുറച്ച് കൂട്ടി നോക്കട്ടെ, ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. വേണ്ട, കഴിഞ്ഞില്ല. ഗ്യാസ് കത്തിക്കണം. ഗ്യാസ് അല്ല, സ്റ്റൗവാ. ഇല്ലുമിനാറ്റി കേട്ടോ, ഭയങ്കര സൗണ്ട്, ഒന്നും കേൾക്കുന്നില്ല. ഓക്കെ, അടുത്ത. ഇത് മാറ്റി വെക്കണം. വെണ്ടയ്ക്ക ഇത് മാറ്റി വെക്കണം. കുക്കർ മാറ്റി വെക്കണം. ഇത് മാറ്റി വെക്കണം. പക്ഷെ ഇത് ചൂടാവുന്നുണ്ട്. ചൂടാണല്ലോ. പ്ലേറ്റിന്റെ മണ്ടവേ. പൊട്ടോ പ്ലേറ്റ്? ഇല്ല. അടുത്തെന്തോ വേണം? ഫ്രൈ പാൻ എടുത്ത് പോയി. ഫ്രൈയിങ് പാൻ വെക്കണം. ഇച്ചിരി എണ്ണ ഒഴിക്കണം. പാത്രം ചൂടായിട്ട്.
പാൻ ചൂടായിട്ട്. ടഫ് കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ. എണ്ണ കുറച്ച് മതി. പാൻ ചൂടായില്ലായിരുന്നില്ലേ? കുഴപ്പമില്ലല്ലോ. എണ്ണ ചൂടായിട്ട് വെണ്ടയ്ക്ക എടുത്തിടണം. എണ്ണ ചൂടായിട്ട് കടുകിടണം. വെണ്ടയ്ക്ക എന്റെ വെണ്ടയ്ക്കൊക്കെ എന്ത് പവർ! വീട് മൊത്തം മുഴങ്ങുന്നു. ഞാൻ പറയുന്നത് കേട്ടിട്ട് വീട് മൊത്തം മുഴങ്ങുന്നത്. ഗൈസ് എനിക്ക് എവിടെ ലിപ്സ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. സീരിയസ്ലി. നീ വേറെ എന്തെങ്കിലും പറ. ഒരു സിനിമ ഡയലോഗ് പറ. സിനിമ ഡയലോഗ്. അല്ലേ, അവ പേര് ചന്ദ്ര. ആന്റപ്പൻ ചത്ത്. എങ്ങനെ ഇരിക്കണം? അവ പേര് ചന്ദ്രടാ. ആ പെണ്ണ് ചത്ത്. ഗൈസ് എനിക്ക് എവിടെ ലിപ്സ് എല്ലാം മനസ്സിലാവുന്നുണ്ട്. ആന്റപ്പൻ ചത്ത്. അവ പേര് ചന്ദ്ര. അവൻ പേര് ചന്ദ്രൻ. ഓ, അവൻ പേര് ചന്ദ്ര. അവ പേര് ചന്ദ്ര. അവർ പേര് ചന്ദ്ര അല്ലേ? എണ്ണ കരിയുന്നു. എടി സാധാരണ കടുകല്ലേ ഇടുന്ന? ആരെങ്കിലും വെണ്ടക്ക ഇടുവോ ഗൈസ് എണ്ണക്കകത്ത്? ഇളക്കണം. ഇതെടുക്കാലോ. എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ മനസ്സിലാവാൻ വേറെ ഒന്നുമില്ല. മൃദുലിൽ നിന്ന് കണ്ണുരുട്ടും എനിക്ക് മനസ്സിലാവും കാര്യങ്ങള്. തീ കൂടുന്നു. നമ്മള് വെണ്ടക്ക ഇങ്ങനെ ചെയ്യുന്നത്, ഇല്ലെങ്കിൽ അതിനകത്ത് ആ വെണ്ടക്ക കുഴഞ്ഞ് സാമ്പാർ മുത്തൊരുമാതിരി കുഴകുഴന്നാവും. അതുകൊണ്ടാണ് നമ്മൾ വെണ്ടക്ക ഇങ്ങനെ എണ്ണയിൽ ജസ്റ്റ് ഒന്ന് വയറ്റിയിട്ട് വെക്കുമ്പോ വെണ്ടക്ക എത്രയൊക്കെ. അടുത്ത സിനിമ ഡയലോഗ് പറ. എനിക്ക് ഭയങ്കര അതാ സൂപ്പർ. പറ. ഇളക്കുവാ. തീയില്ലേ? ചൂടാവുന്നില്ലേ പാൻ? പാൻ ചൂടാവുന്നില്ലേ? തൊട്ട് നോക്ക്. ഞാനല്ലാതെ പിന്നെ ആര്? ജാനകി. ഞാനല്ലാതെ പിന്നെ ആര്? ജാനകിയുടെ പേര് ഞാനല്ലാതെ പിന്നെ ആര്? ഒന്നും മനസ്സിലാവുന്നില്ല. ഞാനല്ലാതെ പിന്നെ ആര്? ജാലക്കാരി പാട്ട് വേണോ? ഞാനല്ലാതെ പിന്നെ ആര്? ഞാനല്ലാതെ പിന്നെ ആര്? ജനാലയുടെ പിന്നിൽ ഞാൻ അല്ലാതെ പിന്നെ ആര്? ഒന്നുമേ പുരിയലടാ. ഞാൻ അല്ലാതെ. ഓ, ആന അറലല്ലോട് അറലൽ. എന്തൊരു അലറലായത്. ഇതിപ്പോ സാമ്പാറിലോട്ട് വരാം. കഴിഞ്ഞു. എടുത്തിട്. ഓ, പ്രൊസീഡ്. ഇത് സാധാരണ ഇതിട്ടങ്ങ് വേവിച്ചാ പോരെ. ഇത് കഷ്ടപ്പെടുന്നതിന് എണ്ണ ഒഴിക്കണം. കടുകിടണം. അതറിയാലോ. ചില കാര്യം നമുക്ക് അറിയാലോ. അവര് നമ്മളെ മൈൻഡിൽ അത് കാണുമ്പോ പറയുന്നതും കൂടെ അത് വെച്ച് ഒന്നായിട്ട് തോന്നിക്കുമല്ലോ. ഇത്ര മതിയോ? ഞാൻ ആദ്യമായിട്ട് അങ്ങനെ സാമ്പാർ വെച്ച് ഗൈസ്. മതി. ഓക്കെ അല്ലേ? നമ്മളിങ്ങനെ കടുക് വെച്ച് സാഹസ്യം കാണിക്കണം. കൊച്ചിനെ മാറ്റി. കറിവേപ്പില ഇടണം. കറിവേപ്പില മതിയോ? കറിവേപ്പില ഇടുമ്പോഴവിടെ ഒരു മണം. കുറച്ച് വെളുത്തുള്ളി. വെളുത്തുള്ളി ഇത് മൊത്തം ഇടണം. കുറച്ച് ഇഞ്ചി. ഗൈസ്, അത് ഇത് രണ്ടും ഇടുന്ന എന്തിനാന്ന് വെച്ചാൽ പരിപ്പൊക്കെ കൂട്ടുമ്പോൾ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് കൊച്ചുള്ളി. ടഫ് ഇല്ലല്ലേ? കുറച്ച് ഉപ്പിടാലോ. കുറച്ച് എണ്ണ ഒരുപാടായി. മതി. അപ്പോ ഞാൻ ഒന്നും കേൾക്കാതെ ഉണ്ടാക്കിയ എന്റെ സാമ്പാർ, കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ എന്റെ സാമ്പാർ കേട്ടോ. സോ നമ്മൾ അതിന്റെ കൂടെ നല്ല ദോശ. അമ്പക്കുട്ടി അപ്പോഴത്തേക്കും ഉറക്കം എണീറ്റ് പറക്കുന്ന ദോശ. അടിപൊളി.
ചാജു ജീജു ആ സാമ്പാറിലെ കിഴങ്ങ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ അവന് വേണ്ടി 2 കിഴങ്ങിട്ട്. ഇത് അച്ഛൻ ഉണ്ടാക്കിയ സാമ്പാറാ, അമ്മച്ചി അല്ല. അമ്മച്ചി ഇൻസ്ട്രക്ഷൻ തന്നു, അത് ഞാൻ ഒരു 90% അല്ലേ നല്ലോണം പെർഫോം ചെയ്തില്ലേ? പിന്നെ 100% നീ പെർഫോം ചെയ്തു, അടിപൊളിയായിരുന്നു. അടിപൊളി സാമ്പാർ കേട്ടോ. പൊന്നിനെ നേരത്തെ കഴിച്ചു നോക്കിയല്ലോ. അത് വേണ്ട. സോ ചിക്കൻ ഫ്രൈ അതും അതിനിടയ്ക്ക് കൂടെ കോഫി ഇട്ടു. ഇതാണ് മിക്കപ്പോഴത്തെയും നമ്മളെ ദിവസത്തെ ഡിന്നർ കേട്ടോ. ഇന്നലത്തെ ഡിന്നർ ഇത് തന്നെയായിരുന്നു, ഗോതമ്പ് ദോശ സാമ്പാർ. ചിലപ്പം സാമ്പാർ ബാക്കിയുണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയായിരിക്കും. അതെ അതെ, സാമ്പാർ ആകുമ്പോൾ നമ്മൾ ലോഡഡാ, എല്ലാ വെജിറ്റബിൾസും ഇട്ട് ഗ്രേവി കുറച്ച് കഷ്ണങ്ങൾ കൂട്ടി വെക്കും. പിന്നെ എണ്ണ നമ്മൾ ഒഴിച്ചാൽ ഒലീവ് ഓയിലാണ് ഒഴിക്കുന്നത്, അതും കുറച്ച് ഇച്ചിരി കൂടിപ്പോയി. ഞാൻ ഇച്ചിരി ഒഴിക്കാൻ പറഞ്ഞ കൂടിപ്പോയി. സാമ്പാർ മുക്കിയ തിന്നു. നല്ല സാമ്പാറാട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും കൊള്ളാം. ചിലരുടെ കൈ പുണ്യം ഭയങ്കരമല്ലേ അല്ലേ? ഞാൻ എടുക്കുമല്ലോ അങ്ങ് ക്രെഡിറ്റ് എടുത്തോ. സോ ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു ചാലഞ്ച്. ഇനി മൃദുലയെ നമുക്ക് ഇതിനൊക്കെ ട്രൈ ചെയ്യണം. അന്ന് ഞാൻ ചൈനീസോ ജാപ്പനീസോ എനിക്ക് അറിയാത്തത്. ഇതിപ്പോ എത്ര പൊടികൾ അറിയാം. അപ്പൊ അത്ര ഉള്ള ഈ ഒരു ചലഞ്ച് വിളിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വൈൻഡപ്പ് ചെയ്യല്ലേ? ആക്കറിയാം. അപ്പൊ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ഇതിലുള്ള റെഡി കാണുന്നവരെ ബൈ. വഴക്ക് പറയുന്നു എന്തുവാ? ഞാനേ നിന്നെ പൊട്ടാന്നൊക്കെ വിളിച്ചായിരുന്നു, നീ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേ കാണുന്നു.